ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം എല്ലാവരും തന്നെ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വർഷം നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന The Redeeming Christ Through the Books of Ruth and Esther, വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. A Marvelous Model of Divine Selection, ദൈവിക തെരഞ്ഞെടുപ്പിന്റെ മികച്ച രൂപരേഖ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലെ? എന്തൊക്കെയായിരുന്നു? അഹശ്വേരോഷ് രാജാവിന്റെ രാജസന്നിധിയിൽ നടന്ന വലിയ വിരുന്നുകളും അതിനുശേഷം അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു വസ്തി രാജ്ഞിയുടെ അനുസരണക്കേടും അതേ തുടർന്നുള്ള വസ്തി രാജ്ഞിയെ രാജപദവിയിൽ നിന്ന് സ്ഥാനഭ്രംശം ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. ഇന്ന് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത്ഭുതകരമായ ഒരു രാജകീയ തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അത്ഭുതകരമായ ഒരു ദൈവിക തെരഞ്ഞെടുപ്പിന്റെ കഥയാണ് നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. Chapter 2 of Esther takes us to a miraculous story of divine selection. അതായത് വസ്തിക്ക് ശേഷം അനേകം സുന്ദരികളായ യുവതികൾ രാജസന്നിധിയിൽ തെരഞ്ഞെടുപ്പിനായി എത്തിയെങ്കിലും അവരിൽ നിന്നെല്ലാം വിട്ട് യഹൂദയായ ഒരു അനാഥ പെൺകുട്ടി രാജപദവിയിലേക്ക് എത്തുന്ന സംഭവങ്ങളാണ് നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രാജകീയ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല, മറിച്ച് ദൈവീക തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം തെരഞ്ഞെടുത്ത പലരെയും നമുക്ക് വേദപുസ്തകത്തിൽ ആദ്യോടന്തം കാണാൻ സാധിക്കും അല്ലെ? അത്തരത്തിൽ ദൈവീക തെരഞ്ഞെടുപ്പിന്റെ ഒരു മികച്ച രൂപരേഖയാണ് നമുക്ക് ഈ 2-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. It is indeed a marvelous model of divine selection. എത്തരത്തിലുള്ള ആളുകളെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ഭാഗമായിട്ട് നമുക്ക് അതിനെ തിരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദ സെലക്ഷൻ ഓഫ് എ ന്യൂ ക്വീൻ, ഒരു പുതിയ രാജ്ഞി ആവശ്യമാണ് എന്ന് കണ്ട് ഒരു പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. From 5 to 11, it's an introduction of Mordecai and Esther and Esther's background. അതായത് മൊർദെഖായിയെയും എസ്തേറിനെ പറ്റിയുമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം എസ്തേറിന്റെ പശ്ചാത്തലത്തെ, ജീവിത പശ്ചാത്തലത്തെ പറ്റിയൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ എസ്തേർ ബിക്കംസ് ക്വീൻ, ഒരു രാജകീയ തെരഞ്ഞെടുപ്പ്, ഒരു റോയൽ സെലക്ഷൻ ആണ്. അത് എപ്രകാരമായിരുന്നു അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നെല്ലാം നമുക്ക് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. തുടർന്ന് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. which shows Mordecai's loyalty to the king. മൊർദെഖായിയുടെ രാജഭക്തി വെളിപ്പെടുത്തുന്ന ഒരു സംഭവത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇത്രയുമാണ് പ്രത്യേകിച്ച് എസ്തേർ 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഓരോ ഭാഗവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 1-ാമത്തെ ഭാഗം, അതായത് ഒരു സെർച്ച് ഫോർ എ ന്യൂ ക്വീൻ, അല്ലെങ്കിൽ പുതിയൊരു രാജ്ഞിക്ക് വേണ്ടിയുള്ള സെലക്ഷൻ, തിരഞ്ഞെടുപ്പാണ് നമുക്ക് ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? 1-ാം അധ്യായത്തിലെ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് 2-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹിസ്റ്റോറിക്കലി ആ കാലഘട്ടം നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Persians had a war against Greece, but Persia was soundly defeated. ഗ്രീക്കുമായിട്ട്, അതായത് ബാബിലോണിയൻസിന് ശേഷം പേർഷ്യൻസിന് ശേഷം ഗ്രീക്ക്, അങ്ങനെ വലിയ 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 ശക്തികൾ ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അത്തരത്തിൽ ഗ്രീക്ക് എന്ന വലിയ ഒരു ശക്തിയുമായിട്ട്, ഗ്രീസുകാരുമായിട്ട് വലിയ ഒരു യുദ്ധം നടന്ന് പേർഷ്യൻസ് അതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ 4 വർഷ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ വലിയ പരാജയപ്പെടലുകളും ഒക്കെ കഴിഞ്ഞ് അത്ര നല്ല ഒരു അവസ്ഥയിലല്ല രാജാവ് ഇരിക്കുന്നത്. ആ സമയത്ത് രാജാവിന്റെ ദേഷ്യവും ക്രോധവും എല്ലാം ശമിച്ച ശേഷം
രാജാവ് വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ചുള്ള വിധിയെയും പറ്റിയൊക്കെ ഓർത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. He remembered Vashti, what she had done and the decree issued concerning her. ഇങ്ങനെ ഇതിന്റെ എല്ലാം ഒരുപക്ഷെ പ്രയാസത്തിലിരിക്കുന്ന രാജാവിനെ കണ്ടിട്ട് രാജാവിന്റെ സേവകരായ ഭൃത്യന്മാർ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കൾ എന്ന് പറയാം, അഡ്വൈസേഴ്സ്, അവരൊരു ആലോചന മുൻപോട്ട് വെക്കുകയാണ്. എന്താണ് അത്? ലെറ്റ് ബ്യൂട്ടിഫുൾ യങ് വെർജിൻസ് ബി ബ്രോട്ട് ടു സൂസ ദി ക്യാപിറ്റൽ. അതായത് ശൂഷൻ രാജധാനിയിലേക്ക് രാജ്യത്തെ സുന്ദരികളായ കന്യകമാരെ കൊണ്ടുചെല്ലുവാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അവരിൽ നിന്ന് രാജാവിനെ ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ എന്നുള്ളൊരു ഉപദേശം ഈ അഡ്വൈസേഴ്സ്, ഒരു പക്ഷേ രാജാവിന് ഒരു മാറ്റവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം അവരിങ്ങനെ ഒരു ഉപദേശം മുന്നോട്ട് വെക്കുന്നു. This advice pleased the king and he did so. രാജാവിന് ഈ ഉപദേശം ബോധിച്ചിട്ട് അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തീരുമാനം അവിടെ രാജാവ് എടുക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? ദൈവജനത്തെ രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതി നടപ്പാക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. അതായത് പല സംഭവങ്ങളും ദൈവം കൃത്യമായിട്ട് ഉള്ള ഒരു ഒരുക്കമാണ്. തന്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു തീരുമാനം, രാജാവിന്റെ ഈ ഒരു തീരുമാനം മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നടക്കുന്നത്. രാജാവ് വസ്തി രാജ്ഞിയെ പറ്റി ഓർത്തു, അവൾക്കെതിരെ എടുത്ത തീരുമാനവും ഓർത്തു. ആ സമയത്ത് രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന സേവകരായിട്ടുള്ള ഭൃത്യന്മാർ അല്ലെങ്കിൽ അഡ്വൈസേഴ്സ്, ഉപദേഷ്ടാക്കൾ പുതിയ ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് തക്കവണ്ണം രാജധാനിയിലേക്ക്, ശൂഷൻ രാജധാനിയിലേക്ക് സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ള സുന്ദരികളായ യുവതികളെ കൊണ്ടുവരണം. അതിൽ നിന്ന് രാജാവിന് ബോധിച്ച ഒരു സ്ത്രീയെ രാജ്ഞിയായി, വസ്തിക്ക് പകരം രാജ്ഞിയായി എടുക്കട്ടെ എന്നുള്ള ഒരു ആലോചന മുന്നോട്ട് വെക്കുന്നു. ഇതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എന്താണ്? ദിസ് പാർട്ട് ഇൻട്രൊഡ്യൂസസ് us two of the main characters in the story, Mordecai and Esther. ഇത്രയും സംഭവങ്ങളും സ്റ്റേജ് സെറ്റിങ്ങും രംഗസജ്ജീകരണവും എല്ലാം കഴിഞ്ഞു. ഇനിയുമാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ എൻട്രി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പേരാണ്. ആരൊക്കെയാണ്? മോർദെഖായിയും എസ്തേറും. ഈ ഒരു ഭാഗത്ത് മൊർദെഖായിയെ പറ്റിയും എസ്തേറിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു എന്നുകൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യമായിട്ട് ആരാണ് മൊർദെഖായി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശൂഷൻ രാജധാനിയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഫാമിലി അല്ലെങ്കിൽ ഏതാണ് ഫാമിലി ലൈൻ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. ഹി വാസ് ഫ്രം ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ. ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിന്റെ മകൻ, ഷിമയുടെ മകൻ, യായീരിന്റെ മകനായ യഹൂദനായിരുന്നു മൊർദെഖായി. He was the son of Kish. He was the son of Jair, who was the son of Shimei, and who was the son of Kish. അപ്പം ഇങ്ങനെയാണ് കീഷിന്റെ മകൻ ഷിമയി, ഷിമയിയുടെ മകൻ യായീര്, യായീരിന്റെ മകൻ മൊർദെഖായി. ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ കീഷ്, ഷിമയി, ജെയർ ആൻഡ് മൊർദെഖായി. ഇങ്ങനെയാണ് മൊർദെഖായിയുടെ അപ്പം ഇവര് ബെന്യാമീൻ ഗോത്രക്കാരാണ്, യഹൂദനാണ് മൊർദെഖായി. എങ്ങനെയാണ് ഈ മൊർദെഖായി ഈ ശൂഷൻ രാജധാനിയിൽ എത്തിച്ചേർന്നത്? യെരൂശലേമിന്റെ നാശത്തിന് ശേഷം യഹൂദ രാജാവായിരുന്ന യെഖൊന്യാവോടുകൂടി യെരൂശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പ്രവാസികളിൽ ഒരാളായിരുന്നു മൊർദെഖായി. അതായത് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിന്റെ നാശത്തിന് ശേഷം അവിടെ നിന്ന് മിടുക്കരായിട്ടുള്ള ഒരുപാട് പേര്, അതോടൊപ്പം യെഖൊന്യാവ് എന്ന് പറയുന്ന യഹൂദ രാജാവിനെ പിടിച്ചുകൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരാളായിരുന്നു മൊർദെഖായി എന്ന് പറയുന്നത്. Mordecai, he was a devout follower of Jewish faith and took pride in his heritage, faithfully upholding it. യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചിരുന്നവനുമായിരുന്നു മൊർദെഖായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു 5 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു,
കീഷിന്റെ മകൻ, ഷിമയുടെ മകൻ, യായീരിന്റെ മകനായ യഹൂദനായിരുന്നു മൊർദെഖായി. അതോടൊപ്പം യഹൂദ രാജാവായിരുന്ന യെഖൊന്യാവിനോടൊപ്പം ചേർന്ന് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന പ്രവാസികളിൽ ഒരാളായിരുന്നു മൊർദെഖായി. അതോടൊപ്പം യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചിരുന്നവനുമായിരുന്നു മൊർദെഖായി. മൊർദെഖായിയെ പറ്റി മനസ്സിലായല്ലോ. ഇനിയും ആരാണ് എസ്തേർ? എസ്തേർ എന്ന് പറയുന്നത് മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു. എസ്തേർ വാസ് ദി ഡോട്ടർ ഓഫ് മൊർദെഖായി's uncle. എസ്തേറിന്റെ മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മൊർദെഖായിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഷി വാസ് ദി അഡോപ്റ്റഡ് ഡോട്ടർ ഓഫ് മൊർദെഖായി. മൊർദെഖായിയുടെ വളർത്ത മകളായിരുന്നു എസ്തേർ എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. എന്താണ് എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം? നക്ഷത്രം, സ്റ്റാർ, ആസ്റ്റർ എന്നുള്ളതാണ്. അതൊരു പേർഷ്യൻ പേരാണ് എസ്തേർ എന്നുള്ളത്. പേർഷ്യൻ നാമത്തിൻ്റെതായിട്ടുള്ള ഹദസെ എന്നുള്ളതാണ് എബ്രായ നാമം. അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴ, മിർട്ടിൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു അല്ലെ? അതിന്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് മൊർദെഖായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ആരാണ് എസ്തേർ? മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളാണ്. അപ്പനമ്മമാർ മരിച്ചുപോയ ഒരു അനാഥ പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ സംരക്ഷണം ഏറ്റെടുത്ത് വളർത്തിയത് മൊർദെഖായി ആണ്. അതുകൊണ്ട് തന്നെ മൊർദെഖായിയുടെ വളർത്തു മകളായിട്ട് നമുക്ക് അഡോപ്റ്റഡ് ചൈൽഡ് ആയിട്ട് നമുക്ക് എസ്തേറിനെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി അവിടുന്ന് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജകീയ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. റോയൽ സെലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ എല്ലാ സംസ്ഥാനത്തിൽ നിന്നുള്ള സുന്ദരികളായിട്ടുള്ള യുവതികളെല്ലാം രാജസന്നിധിയിലേക്ക് ചെല്ലുന്ന ആണ് അവരുടെ ഒരു പ്രൊസീജിയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ വളരെ വിപുലമായ ഒരു നടപടിക്രമമായിരുന്നു അവിടെ നടന്നത് എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രൊസീജിയർ വാസ് സെറ്റ് ഔട്ട് to select the queen. എപ്രകാരമാണ്? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, സാമ്രാജ്യം മുഴുവനിൽ നിന്നുമുള്ള സുന്ദരികളായ യങ് വിമൻ, യുവതികൾ രാജകൊട്ടാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം 1 വർഷമാണ് രാജാവിനെ കാണുന്നതിന് മുൻപായിട്ടുള്ള അവരുടെ ഒരുക്ക സമയം എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ലൈൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കാവുന്ന ഒന്നാണ്. അതായത് ഒരു ഫിസിക്കൽ എർത്ത്ലി കിങ്, ഒരു ഭൂമിയിലെ രാജാവിനെ കാണുവാൻ തക്കവണ്ണം 1 വർഷമാണ് അവരുടെ ഒരുക്ക കാലഘട്ടമെങ്കിൽ, പ്രിപ്പറേഷൻ ടൈമെങ്കിൽ, ഹെവൻലി കിങ്, സ്വർഗീയ രാജാവായ ദൈവത്തിന്റെ മുൻപാകെ ചെല്ലണമെങ്കിൽ നാം എത്രമാത്രം ഒരുങ്ങണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ പുതിയ രാജ്ഞിയെ കണ്ടെടുക്കുന്നതിന് മുമ്പായിട്ടുള്ള രാജകൊട്ടാരത്തിലെ പ്രൊസീജിയേഴ്സിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ സാമ്രാജ്യത്തിൽ നിന്നുള്ള സുന്ദരികളായ യുവതികളെല്ലാം രാജധാനിയിലെത്തി. രണ്ടാമത് there was a consultation by Hegai, keeper of women's quarters. അതായത് അന്തഃപുരപാലകനായ ഹേഗായിയുടെ ഒരു വിചാരണ ഉണ്ട്. അപ്പം ആ സമയത്ത് തന്നെ എസ്തേറിനോട് ഹേഗായിക്ക് ഒരു പക്ഷം തോന്നി എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എസ്തേറിനോട് ഒരു സ്നേഹം തോന്നി അന്തഃപുരപാലകനായിട്ടുള്ള ഹേഗായിക്ക്. അതിനുശേഷം 12 months ഓഫ് പ്യൂരിഫിക്കേഷൻ ആണ്, 12 മാസത്തെ ശുദ്ധീകരണ കാലഘട്ടമാണ്. എങ്ങനെയാണ്? 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധ ദ്രവ്യങ്ങളും മറ്റ് ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം. 6 months with oil of myrrh and 6 months with sweet perfumes and other beautifying treatments. ഇങ്ങനെ ശുദ്ധീകരണ കാലഘട്ടവും അതോടൊപ്പം തന്നെ there was training in royal etiquette, രാജകീയ ആചാരങ്ങൾക്കുള്ള പരിശീലനവും ഈ സമയത്ത് നൽകിയിരുന്നു. ഇങ്ങനെ 12 മാസത്തെ ട്രെയിനിങ്ങും കാലഘട്ടവും ഒക്കെ ആണ് നടക്കുന്നത്. ആ സമയത്ത് ഹേഗായിക്ക് എസ്തേറിനോട് പക്ഷം തോന്നി. അവൾക്ക് വേണ്ടതായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും അവളുടെ ഉപജീവനത്തിന് വേണ്ടതായിട്ടുള്ള ഭക്ഷണവും അന്തപുരത്ത് ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലവും അതോടൊപ്പം 7 ബാല്യക്കാരത്തികളെയും ഒക്കെ ഈ എസ്തേറിന് നൽകി അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതായാലും ഇങ്ങനെയുള്ള ഒരുക്കവും ശുദ്ധീകരണവും എല്ലാം കഴിഞ്ഞ് രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ
അവളുടെ സൗന്ദര്യം മാത്രമല്ല, അവളുടെ പെരുമാറ്റവും രാജാവിനെ ആകർഷിച്ചു എന്നുള്ളതാണ്. രാജാവിന് സകല കന്യകളെക്കാളും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. The king was more attracted to her than any other young woman. അപ്പം എസ്തേറിന്റെ ഒരു പ്രധാന പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ സാധിക്കും. She gained favor in the eyes of all who saw her. അവളെ കണ്ടവർക്കെല്ലാം അവളോട് സ്നേഹവും കൃപയും പക്ഷവും തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇതൊരു മാനുഷികമായ തെരഞ്ഞെടുപ്പായിരുന്നില്ല, ഇത് വെറും ഒരു രാജകീയ തെരഞ്ഞെടുപ്പായിരുന്നില്ല, ഇത് ദൈവീക തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് she gained favor in the eyes of all who saw her. ഒന്നുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടി ഒരു രാജ്ഞി പദവിയിലേക്ക് ഉയർന്നു വരികയാണ് ഈ ഒരൊറ്റ ഭാഗത്ത് നിന്ന്. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ വസ്തിക്ക് പകരം ഈ ഒരു ഭാഗത്തോടെ എസ്തേർ രാജ്ഞിയായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ 18ാമത്തെ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊർദെഖായി's ലോയൽറ്റി ടു കിങ്. മൊർദെഖായിയുടെ രാജഭക്തി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? ആ കാലത്ത് എസ്തേർ രാജ്ഞിയായതിന് ശേഷമുള്ള സമയത്ത് രാജാവിന്റെ 2 ഭൃത്യന്മാരായ അല്ലെങ്കിൽ വാതിൽ കാവൽക്കാരായ ഷണ്ഡന്മാർ ബിഗ്ദാനും തേരശും എന്ന വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിലില്ല, നല്ല ക്വിസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. രാജാവിന്റെ വാതിൽ കാവൽക്കാരായിരുന്ന 2 ഷണ്ഡന്മാർ ബിഗ്ദാനും തേരശും രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ ആലോചിച്ചു. They plot to assassinate the king. മൊർദെഖായിക്ക് ഈ വിവരം കിട്ടിയ ഉടനെ മൊർദെഖായി എന്ത് ചെയ്തു? ഈ സംഭവം ചെന്ന് എസ്തേർ രാജ്ഞിയെ അറിയിച്ചു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ അറിയിക്കുകയും രാജാവ് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ആ കുറ്റക്കാരെ കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എസ്തേർ reported this incident to king in Mordecai's name and the conspirators were executed. This event was recorded in the royal chronicles. ഈ സംഭവം രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകം എന്നുള്ളത് റോയൽ റെക്കോർഡ്സ് എന്നുള്ള അർത്ഥമാണ്. അതായത് രാജസന്നിധിയിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിലൊക്കെ നടക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു റോയൽ റെക്കോർഡ്സ് ആണ്. അതിൽ ഈ ഒരു സംഭവം പ്രധാനപ്പെട്ട സംഭവമായിട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ വളരെ ബേസിക് ആയിട്ട് ഇത്രയുമാണ് ഈ എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. 4 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആദ്യ ഭാഗം സെർച്ച് ഫോർ എ ന്യൂ ക്വീൻ, പുതിയ രാജ്ഞിക്ക് വേണ്ടിയുള്ള അന്വേഷണം, അതിന് തിരഞ്ഞെടുപ്പിനായിട്ടുള്ള കാര്യങ്ങൾ. 2ാമത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ ടു മൊർദെഖായി ആൻഡ് എസ്തേർസ് ബാക്ക്ഗ്രൗണ്ട്. അതോടൊപ്പം 3ാമത്തെ ഭാഗം രാജകീയ തെരഞ്ഞെടുപ്പ്, റോയൽ സെലക്ഷൻ, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരുന്നു. അവസാന ഭാഗം എസ്തേർ രാജ്ഞിയായതിനു ശേഷം സംഭവിച്ചതായിട്ടുള്ള ഒരു സംഭവമാണ്, മൊർദെഖായിയുടെ രാജഭക്തി വെളിപ്പെടുത്തുന്ന ഒരു സംഭവം. ഇത്രയുമാണ് എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. നമ്മൾ 1ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് കുറച്ച് തിയോളജിക്കൽ തോട്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ 1ാം അധ്യായം നൽകുന്ന കുറച്ച് വേദശാസ്ത്ര ചിന്തകൾ. അതുപോലെ തന്നെ ഈ 2ാം അധ്യായത്തിലും നമുക്ക് കുറച്ച് വേദശാസ്ത്ര ചിന്തകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇനി നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് 1ാം അധ്യായത്തിലെ രംഗ സജ്ജീകരണം, സെറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ സ്റ്റേജിങ്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകരം, അത് മനുഷ്യ ജീവിതത്തിലെ സംഭവ പരമ്പരകളിലൂടെ തുടരുന്നു എന്ന് നമുക്ക് 2ാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. The milieu or stage setting in chapter 1 continues to unfold through the events in human life. അങ്ങനെ ഒറ്റ സെന്റൻസിൽ പറഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? വലിയ വിരുന്നുകളും അതിന്റെ അവസാനം നടക്കുന്നതായിട്ടുള്ള അസ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു വസ്തി രാജ്ഞിയുടെ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് അല്ലെ.
ഇത് ദൈവം ഒരുക്കിയ ഒരു രംഗ സജ്ജീകരണമായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവകരം നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാ? തന്റെ ജനത്തിന്റെ രക്ഷയെ, അല്ലെങ്കിൽ തന്റെ ജനത്തെ സുരക്ഷിതമായ ഒരു തീരത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ടുള്ള ഒരു 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 പ്രക്രിയയായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ആയിരുന്നു. അതിനുള്ളൊരു സ്റ്റേറ്റ് സെറ്റിംഗ് ആണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്, അല്ലെ? ഇത് തന്നെ നമുക്ക് ഈ 2-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. അതായത് അതിനുശേഷം ഈ 4 വർഷങ്ങൾക്ക് ശേഷം ഈ രാജകീയ തെരഞ്ഞെടുപ്പ് എല്ലാം നടക്കുമ്പോൾ അനേകം മനോഹര യുവതികൾ രാജകൊട്ടാരത്തിൽ എത്തുമ്പോൾ പോലും അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ തന്നെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവകരമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? തന്റെ ജനത്തിന്റെ രക്ഷ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നടത്തിയ മറ്റൊരു ഒരു 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 പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ മറ്റൊരു സെറ്റിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു സെലക്ഷൻ, തന്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ സെലക്ഷൻ, അത് അവിടെ മാത്രമൊന്നുമല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവൻ നടക്കുന്നതാണ്. പലരെയും തിരഞ്ഞെടുത്താൽ നമുക്കറിയാം, അല്ലെ? യൗസേപ്പിനെ തിരഞ്ഞെടുത്തു, ദാനിയേലിനെ തിരഞ്ഞെടുത്തു, ദെബോരായെ തിരഞ്ഞെടുക്കും. ഇതെല്ലാം തന്റെ ജനത്തിന്റെ സുരക്ഷ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം നടത്തുന്നതായിട്ടുള്ള കുറെ സെറ്റിംഗ് ആണ്. ഇത് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സംഭവങ്ങളും മറ്റ് പലതിനും വേണ്ടി നമ്മളെ ഒരുക്കുന്നതായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹീസ് പ്രിപ്പയറിംഗ് അസ് ഫോർ സംതിങ് ബിഗ്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം. Man looks at the outward appearances, but the Lord looks at the heart. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഈ മൊർദെഖായിയുടെ രാജഭക്തി വെളിപ്പെടുത്തുന്ന സംഭവത്തെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലെ? അതിനവിടെ വലിയ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ സമ്മാനമോ ഒന്നും നൽകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താണ് എഴുതിയത്? അത് രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി. ഇറ്റ് വാസ് റെക്കോർഡഡ് ഇൻ ദ റോയൽ ക്രോണിക്കിൾസ് എന്ന് മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സംഭവത്തിന് പിന്നീടാണ് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവുന്നത്. എപ്പോഴാണ്? 6-ാം അധ്യായത്തിന്റെ തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹാമാൻ യഹൂദ ജനത്തിനെതിരെ ഒരു പ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ, ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ, രാജാവ് ദിനവൃത്താന്തങ്ങൾ റെക്കോർഡ്സ് വായിച്ച് മൊർദെഖായി തനിക്ക് വേണ്ടി ചെയ്ത നന്മയെ ഓർത്തു എന്ന് കാണാൻ സാധിക്കും. പിന്നീട് നടക്കാനിരിക്കുന്ന ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മളെ ഓരോ സമയത്തും ഓരോരോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്തുന്നത്, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകരം, ഇത് നമുക്ക് ത്രൂ ഔട്ട് ദ ബുക്ക് മാത്രമല്ല, ത്രൂ ഔട്ട് ഹ്യൂമൻ ലൈഫ്സ്, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ആകെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് 1-ാമത്തെ ഭാഗം നമുക്ക് ഉറപ്പിച്ച് തരുന്നത്. ഇതുപോലെ ഇനി നമ്മൾ 2-ാമതായിട്ട് ഈ ഒരു ഭാഗം തരുന്ന വേദശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത്, റിമൈനിങ് പ്രവാസത്തിലും വിശ്വാസ ജീവിത നിഷ്ഠ പാലിക്കുന്നവർ നമുക്ക് നല്ല ഉദാഹരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. റിമൈനിങ് ഫെയ്ത്ത്ഫുൾ ഈവൻ ഇൻ എക്സൈൽ. പ്രവാസവും പ്രതികൂലങ്ങളും യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മൊർദെഖായെയും എസ്തേറിനെയും അകറ്റുന്നില്ല എന്നുള്ളതാണ് ഈ അധ്യായം നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു പാഠം. Neither exile nor adversity kept Mordecai and Esther from living a life dedicated to Lord. എസ്തേറിനെയും പ്രത്യേകിച്ച് മൊർദെഖായിയുടെയും ഒരു സ്വഭാവം നമുക്കിവിടെ എടുത്തു കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? 1, ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവവിശ്വാസം. 2, മോറൽ ഇന്റഗ്രിറ്റി, ധാർമ്മികത. 3, സീൽ ടുവേർഡ്സ് ജൂവിഷ് ഹെറിറ്റേജ്, യഹൂദ പാരമ്പര്യത്തോടുള്ള തീക്ഷ്ണത. 4, വിസ്ഡം, യുക്തി. മൊർദെഖായിയുടെ യുക്തിപൂർവമായ ചിന്തയാണ് എസ്തേറിനെ രാജ്ഞി പദവിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെ? അപ്പോൾ എസ്തേറിന്റെയും മൊർദെഖായിയുടെയും, പ്രത്യേകിച്ച് മൊർദെഖായിയുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളാണ് എന്തൊക്കെ? ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രവാസത്തിന്റെ നടുവിലും ദൈവവിശ്വാസം പാലിച്ചിരുന്നു, ധാർമ്മികത പാലിച്ചിരുന്നു, യഹൂദ പാരമ്പര്യത്തോട് തീക്ഷ്ണത പാലിച്ചിരുന്നു, അതോടെ യുക്തിപൂർവമായി ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൊർദെഖായി സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമായിട്ട് നമുക്ക് മൊർദെഖായിയെ കാണാൻ സാധിക്കും. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമാണ് മൊർദെഖായി. മൊർദെഖായി സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. പ്രത്യേകമായിട്ട് ആ ഒരു ലൈൻ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ഇവര് മാത്രമല്ല, മൊർദെഖായി എസ്തേർ മാത്രമല്ല, അവരോടൊപ്പം ചുറ്റും ജീവിച്ചിരുന്നതായിട്ടുള്ള യഹൂദരെല്ലാം പ്രവാസത്തിൽ ഇപ്രകാരം തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നതും കൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 3-ാമതായിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചിന്ത എന്നത്
സൽ സ്വഭാവം ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു എന്ന എസ്തേറിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. വിർച്വസ് ക്യാരക്ടർ ലീഡ് ടു ഗോഡ് ഓർഡൈൻഡ് എലവേഷൻ. നമ്മൾ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് രൂത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി, സ്വഭാവ സവിശേഷതകളെ പറ്റി ഒരു 5 പോയിന്റ് പഠിച്ചിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇന്നൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു രൂത്തിന്റെ സവിശേഷതകളായിട്ട് നമ്മൾ പറഞ്ഞത്? ബോവസിന്റെ വയലിൽ പോയി ജോലി ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ: 1, ഉത്സാഹം, ഡിലിജൻസ്. 2, ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനുമുള്ള തീക്ഷ്ണത, സീൽ ടുവേർഡ്സ് ഗോഡ്. 3, ദൈവീക സമർപ്പണം, അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണം എന്നുള്ള പോയിന്റ്, സബ്മിഷൻ ടു ഗോഡ്. അതുപോലെ ത്യാഗ മനോഭാവം, സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതോടെ വിനയവും സ്ഥിരോത്സാഹവും, ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്. ഇങ്ങനെ 5-6 പോയിന്റുകളാണ് നമ്മൾ രൂത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി പറഞ്ഞത്. ഇവിടെ നമുക്ക് എസ്തേറിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി, അല്ലെങ്കിൽ എസ്തേറിനെ പറ്റി നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? രൂപവതിയും സുമുഖിയുമായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഷി വാസ് ബ്യൂട്ടിഫുൾ ഇൻ അപ്പിയറൻസ് ആൻഡ് ഗ്രേസ്ഫുൾ ഇൻ ഡിമെനർ. രൂപവതിയും സുമുഖിയുമായിരുന്നു, ഒരു ഭക്തയായിരുന്നു. ഷി വാസ് എ ഡിവോട്ട് ആൻഡ് ലവ്ഡ് ഹെർ പീപ്പിൾ. സ്വജനത്തോട് സ്നേഹമുള്ളവൾ. ബ്രേവ്, ധൈര്യശാലിയായിരുന്നു. ഒബീഡിയന്റ്, അനുസരണമുള്ളവളായിരുന്നു. അതായത് രാജ്ഞി ആകുന്നതിന് മുൻപും ശേഷവും മൊർദെഖായോടുള്ള അനുസരണയിൽ അവൾ ജീവിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, ഉചിതമായ പെരുമാറ്റമുള്ളവൾ. അതുപോലെ രാജ്ഞിയാകുന്നതിന് മുൻപും രാജ്ഞിയായതിനു ശേഷവും ഷി കണ്ടക്ടഡ് ഹെർസെൽഫ് ഇൻ ഡിഗ്നിറ്റി, ശ്രേഷ്ഠമായ പെരുമാറ്റം അവൾ കാഴ്ചവെച്ചു എന്നും കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് everyone who saw her was so Esther was drawn to her. എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി എന്നുള്ളത് ഈ ഒരു സ്വഭാവത്താൽ തന്നെയാണ്, അവളുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ഇത്തരം ഒരു വലിയ ഉന്നത പദവിയിലേക്ക് അവളെ എത്തുവാൻ തക്കവണ്ണം അവളെ യോഗ്യയാക്കിയത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഭൃത്യർ അവളെ സ്നേഹിച്ചു, രാജാവ് തന്നെ അവളെ ഏറെ സ്നേഹിച്ചു. അങ്ങനെ തന്റെ സ്വഭാവ ഗുണത്താൽ വസ്തുക്ക് പകരം എസ്തേർ രാജ്ഞിയായി മാറുന്നു എന്നുള്ളതാണ് മൂന്നാമത് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. 3 ചിന്തകളാണ്. അതായത് ദൈവം ഒരുക്കുന്ന സെറ്റിംഗ്സ് അല്ലെങ്കിൽ സെറ്റിംഗ് തിങ്സ്, രംഗ സജ്ജീകരണങ്ങൾ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ പലരിലൂടെ പല സമയങ്ങളിൽ കാണാൻ സാധിക്കും. 2, നമ്മൾ പറഞ്ഞത് മൊർദെഖായിയുടെയും എസ്തേറിന്റെയും യഹൂദ ജനത്തിന്റെയും ഒക്കെ സ്വഭാവം പ്രവാസത്തിലായിരിക്കുമ്പോൾ പോലും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. 3, നല്ല സ്വഭാവം, സൽ സ്വഭാവം വലിയ പദവിയിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം നമുക്ക് നൽകുന്നത്. അങ്ങനെ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ it shows us how an orphaned Jewish girl rises to become the queen of Persia, illustrating how God can work in mysterious ways to position us right where we need to be. നമ്മൾ ആയിരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടി അതിശയകരമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന് സാധിക്കും എന്നുള്ളൊരു ഉറപ്പാണ് 2-ാം അധ്യായം നമുക്ക് നൽകുന്നത്. അതോടൊപ്പം the story of Esther encourages us to trust God's timing, cultivate our character and stay prepared for our calling. ദൈവിക സമയത്തിൽ വിശ്വസിക്കുവാനും നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ദൈവവിളിക്കായിട്ട് കാത്തിരിക്കുവാനും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം നമുക്ക് നൽകുന്നത്. എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് 2-ാം അധ്യായം. നമ്മൾ 2-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലെ സംഭവങ്ങൾ 4 ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു. പുതിയ രാജ്ഞിക്കായിട്ടുള്ള അന്വേഷണം, 2 എസ്തേറിന്റെയും മൊർദെഖായിയുടെയും ജീവിത പശ്ചാത്തലം, രാജകീയ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ, അങ്ങനെ എസ്തേർ രാജ്ഞിയായി കഴിഞ്ഞതിന് ശേഷം മൊർദെഖായിയുടെ ഒരു രാജഭക്തി തെളിയിക്കുന്ന സംഭവം. ഇത്രയുമാണ് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. 3 വേദശാസ്ത്ര ചിന്തകളാണ് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ രംഗസജ്ജീകരണം, അത് നമുക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ നമുക്കത് കാണാൻ സാധിക്കും. ഫെയ്ത്ത്ഫുൾനെസ് ഈവൻ ഇൻ എക്സൈൽ, പ്രവാസത്തിലും പ്രതികൂലത്തിലും
വിശ്വാസത്തിൽ നിൽക്കുന്നതായിട്ടുള്ളത് നമുക്ക് ഉദാഹരണമായിട്ട് മാറുന്നു. അതുപോലെ നല്ല സ്വഭാവം രാജകീയ പദവിയിലേക്ക് എസ്തേറിനെ എത്തിച്ചതുപോലെ നമ്മളെയും നല്ല സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം നല്ല സ്വഭാവം സഹായിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് എസ്തേറിന്റെ പുസ്തകം നമുക്ക് നൽകുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്. കേട്ടിരുന്ന എല്ലാവർക്കും എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.